ഈ ഒരു കാലത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചേഞ്ച് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? പണ്ടത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, വാല്യൂ കൊടുക്കാറുണ്ട്, ഒരു പരസ്പര ധാരണ കൂടുതൽ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഈ ഒരു കാലത്തുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു മാറ്റം എങ്ങനെയാണ് സാറ് കാണുന്നത്? റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം പണ്ട് എന്ന് പറയുമ്പം നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ കാലത്ത് 40 വർഷം ഒരുമിച്ച്, 50 വർഷം ഒരുമിച്ച്, 50ാമത്തെ വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞ് വലിയ ആഡംബരത്തിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. എന്നാൽ ഇന്നത്തെ ഒരു റിലേഷൻഷിപ്പ് കാലം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫാക്ട് 10 വർഷം തന്നെ നിൽക്കുക എന്ന് പറഞ്ഞത് ഡിഫിക്കൽട്ടാണ്. ഈ റിലേഷൻഷിപ്സ് ആർ മെൻറ്റ് ടു ബി ടോക്സിക് എന്ന് പോലും നമ്മൾ പലയിടത്തും വായിച്ച് കേൾക്കാറുണ്ട്. കാര്യം കുറച്ചങ്ങോട്ട് കഴിയുമ്പം കുറേ ടോക്സിക് പാറ്റേൺസ് എല്ലാം കൂടെ കയറി വന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്നത്തെ റിലേഷൻഷിപ്പിൻ്റെ ടെക്സ്ചർ തന്നെ മാറി. പണ്ടെന്ന് പറയുമ്പോഴേ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ആ ഫാമിലീസ് കൂടി ഇൻവോൾവ് ആയിരുന്നു. ആ രണ്ട് കപ്പിൾസിൻ്റെ ചുറ്റുമുള്ള സോഷ്യൽ സെറ്റിങ്സ് മൊത്തം ഇൻഫാക്ട് ആ മാരേജിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു. പണ്ട് നമ്മുടെ ആൾക്കാരെല്ലാം ഒന്നിച്ച് കൂടുന്ന ഒരു ക്ലാനായിട്ട് തന്നെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഏരിയയിൽ മോസ്റ്റ്ലി അവരുടെ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. പള്ളി ഉണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു, മോസ്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കൺട്രോള് അവിടെ ഉണ്ടായിരുന്നു. മീൻസ് ഇപ്പോൾ ആൾക്കാരുടെ എല്ലാ കോമൺ ലൈഫിലെ കാര്യങ്ങളെല്ലാം വാസ് ഇൻ എ വേ മാനേജ്ഡ് ബൈ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ പള്ളിയിലാണെങ്കിലും പള്ളിയിലെ അച്ഛന്മാരാണെങ്കിലും വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ വീട്ടിലെ കല്യാണം ആണെങ്കിലും കുട്ടിയുടെ ജനനമാണെങ്കിലും മാമോദീസ് ആണെങ്കിലും എല്ലാത്തിലും ദ ചർച്ച് അല്ലെങ്കിൽ ദ ടെമ്പിൾ പീപ്പിൾ യൂസ് ടു ബി ഇൻവോൾവ്. ഇവൻച്വലി വാട്ട് ഹാപ്പൻഡ് ഈസ് ഈ ഫാമിലികളെല്ലാം വീണ്ടും സെപ്പറേറ്റ് ആകാൻ തുടങ്ങി, സ്പ്രെഡ് ഔട്ട് ആകാൻ തുടങ്ങി. ജോയിൻറ്റ് ഫാമിലീസ് എല്ലാം ഇപ്പം ഇന്നത്തെ കാലത്തെ പോലെ ന്യൂക്ലിയർ ഫാമിലീസ് ആകാൻ തുടങ്ങി. ആൻഡ് ആൾക്കാർ ആ ഒരു കമ്മ്യൂണിറ്റി ലിവിൽ നിന്ന് മാറി ദേ സ്റ്റാർട്ടഡ് ടു സ്പ്രെഡ് ഔട്ട്.